യെസ്, ഫൈനലി ഒരു സന്തോഷ വാർത്തയാണ് പുറത്തേക്ക് വരുന്നത്. അതായത് രാജസ്ഥാൻ റോയൽസ് ഫൈനലി വിജയിച്ചിരിക്കുകയാണ്. എന്തായാലും ഇനി 10ാം സ്ഥാനത്ത് രാജസ്ഥാൻ റോയൽസിന് ഫിനിഷ് ചെയ്യേണ്ടി വരില്ല. എന്തായാലും അടുത്ത കളി ചെന്നൈ വിജയിച്ചാൽ പോലും വലിയ റൺ റേറ്റിന് വിജയിച്ചില്ലെങ്കിൽ സുഖമായിട്ട് എന്താ പറയുക 10ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത 9ാം സ്ഥാനത്ത് നിലനിൽക്കാം എന്ന് തന്നെ വേണം പറയാൻ. സോ എന്തായാലും ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇന്നത്തെ ഈ ഒരു മാച്ചിൽ കളിച്ച പോലെ മറ്റു മാച്ചസിലൊക്കെ എന്താ പറയുക രാജസ്ഥാൻ കളിച്ചിരുന്നെങ്കിൽ ഇതിനെക്കാട്ടി നല്ലൊരു റിസൾട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുമായിരുന്നു. അതായത് ധ്രുവ് ജുറലിൻ്റെ ഇന്നത്തെ ബാറ്റിംഗ്, ഇത് പല 1-2 കളികളിൽ ഈ ഒരു ബാറ്റിംഗ് ധ്രുവ് ജുറൽ പുറത്തെടുത്തിരുന്നെങ്കിൽ ആ ഒരു മാച്ചൊക്കെ വിജയിച്ചൊരു സെമി സാധ്യത ഒരു അവസാന ഘട്ടം വരെ നിലനിർത്താൻ സാധിച്ചേനെ. സോ എന്തായാലും അത്യാവശ്യം നല്ലൊരു ബാറ്റിംഗ് നിരയുണ്ട് ഇപ്പോൾ. അതായത് വൈഭവ് സൂര്യവംശിയും യശസ്വി ജയ്സ്വാളിൻ്റെ ഒരു ഓപ്പണിംഗ്, സഞ്ജു സാംസൺ 3ാമത് വരുന്നു, റയാൻ പരാഗ് അത് കഴിഞ്ഞ് വരുന്നു, പിന്നെ ധ്രുവ് ജുറൽ, ഷംറോൺ ഹെറ്റ്മേയർ, പിന്നെ ഇമ്പാക്ട് പ്ലെയറായിട്ട് ദൂബയെ കൊണ്ടുവരാം, സോ ഹസരംഗ. സോ അങ്ങനെ ഒരു നല്ല ഓപ്ഷൻ ഇപ്പോൾ അവൈലബിൾ ആണ്. സോ എന്തായാലും അടുത്ത സീസണിൽ ഈ ഒരു ഓപ്ഷനോട് വെച്ചിട്ട് ഒന്നെങ്കിൽ ഷിംറോൺ ഹെറ്റ്മേയറിന് പകരം മറ്റൊരു മികച്ചൊരു ഫിനിഷറിനെ കൊണ്ടുവരിക, ക്യാമറൂൺ ഗ്രീൻ പോലുള്ള താരങ്ങളെയൊക്കെ കൊണ്ടുവരിക, അല്ലെങ്കിൽ കുറച്ച് നല്ല അഡീഷൻസൊക്കെ കൊണ്ടുവരാൻ നോക്കിക്കഴിഞ്ഞാൽ ഫിനിഷിങ് സൈഡിലേക്ക് നല്ല അഡീഷൻസ്, പിന്നെ ബോളിംഗ് കൂടെ കുറച്ചൊന്ന് മെച്ചപ്പെടുത്തി, അതായത് സ്പിൻ വിഭാഗവും അതുപോലെ പേസ് വിഭാഗമൊക്കെ കുറച്ചുകൂടെ ഒന്ന് മെച്ചപ്പെടുത്തി കഴിഞ്ഞാൽ എന്താ പറയുക രാജസ്ഥാന് നല്ലൊരു ടീമിനെ അല്ലെങ്കിൽ നല്ലൊരു പ്ലേ ഓഫ് സാധ്യത അടുത്ത സീസണിൽ നടത്താൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നിയൊരു കാര്യം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയാൻ ശ്രമിക്കുക.